നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു കോട്ടയം ജില്ലയിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ ഊഷ്മള വരവേൽപ്പ്. ശബരിമല മണ്ഡലകാലത്തിന് 3 ആഴ്ചകൾ. ചെറുക്കടവിൽ അവലോകന യോഗം. കൂടുതൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കും. റോഡരികിലെ പാർക്കിംഗ് ഒഴിവാക്കും. മുണ്ടക്കയത്തെ എക്സൈസിന്റെ വൻ ലഹരിവേട്ട. 1 ഗ്രാം MDMAയും 1 കിലോയിലധികം കഞ്ചാവും പിടിച്ചു. 3 പേർ അറസ്റ്റിൽ. 7 പേർക്ക് പുതുജീവനേകി. അനീഷ് മടങ്ങി. 3 അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജ് ചരിത്രത്തിലേക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു കോട്ടയം ജില്ലയിലെത്തി. പാലാ സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാലാലെത്തിയ രാഷ്ട്രപതിയെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രി VN വാസവൻ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ശബരിമല തീർത്ഥാടന കാലത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ചെറുക്കടവിൽ ശബരിമല അവലോകന യോഗം ചേർന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ടൗണിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാനും തീർത്ഥാടന പാതയുടെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനും ഉൾപ്പെടെ തീരുമാനമെടുത്തു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കാൻ 3 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ മുന്നൊരുക്കങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായി ചിറക്കടവിൽ ശബരിമല അവലോകന യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. തീർത്ഥാടക വാഹനങ്ങൾക്ക് വഴികാട്ടിയായി ടൗണിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ തീർത്ഥാടന പാതയിൽ കൂടുതൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനമായി. റോഡുകളിലെ കുഴികൾ നികത്തുന്നതിനും റോഡരികിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനും നിർദ്ദേശം നൽകി. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ റോഡിന്റെ വശങ്ങളിലെ പാർക്കിംഗും പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി പോലീസും അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന കമ്മിറ്റിയിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്യപ്പെടുന്ന രീതി നമ്മൾ കുറേ കാലങ്ങളായിട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു വലിയ ഗുണം സത്യത്തിൽ നമ്മൾ ലോൺ എക്സ്പീരിയൻസിൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പലപ്പോഴും അനുഭവിക്കാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ വൈദ്യുതി അത്യാവശ്യമായി ബന്ധപ്പെട്ടതൊക്കെ തീർത്ഥാടകർ കടന്നു പോകുന്ന വഴിയിലെ പലപ്പോഴും ഇരുട്ടാണ്. ആ വഴിയിലെ വൈദ്യുതി സംവിധാനങ്ങൾ കൂടി മെച്ചപ്പെടുത്താനും അത് ഉറപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. VW റോഡുകളുടെയും മറ്റ് KSTP റോഡിൻ്റെയൊക്കെ വശങ്ങളിൽ പലപ്പോഴും കാട് കയറി അത് മോശമായ അവസ്ഥയിൽ പലപ്പോഴും കാണുന്നത് ഈ സമയത്താണ് നമ്മൾ സാധാരണ ഇവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്. നമ്മൾ പലതവണ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ദിശാ ബോർഡുകൾ പലപ്പോഴും വെയിറ്റ് ചെയ്ത് എന്തായിട്ടും ഇതുപോലും കാണാൻ പറ്റാത്തൊരവസ്ഥ പലതവണയുണ്ട്. ഇപ്പോൾ ഞാൻ പലതവണ KSTPയോട് എന്നോടും പറഞ്ഞൊരു കാര്യമാണ്, ഈ കൊല്ലം ടൗണിലോട്ട് ഇപ്പോഴത്തെ കയറി വരുന്ന വണ്ടിക്ക് എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ വയ്യാതെ കുറേ നേരം ഒരു കുറ്റിക്കളി ഉണ്ടല്ലേ. അവർ മുണ്ടക്കയത്തിലാണോ പോകുന്നത്, പാലായിക്കാണോ, കോട്ടയത്തിലാണോ അറിയാം. അവർ ദയവായിട്ട് യോഗത്തിൽ വീട്ടിൽ ആവർത്തിക്കുകയാണ്. പറഞ്ഞ കാര്യമാണ്, KSTPയുടെ ഭാഗത്താണെങ്കിൽ HSന്റെ ഭാഗത്താണെങ്കിലും ഈ പാലായിക്കുള്ള വണ്ടി പാലായി, കോട്ടയത്തിനുള്ളത് കോട്ടയം, ആയിരപ്പള്ളിക്കുള്ളത് ആ ദിശാ ബോർഡ് കൃത്യമായിട്ട് സ്ഥാപിക്കണം. KVMS റോഡിലുള്ള വിദേശ മദ്യവിൽപ്പനശാലയ്ക്ക് സമീപം വണ്ടികൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ല. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാതെ എക്സൈസ്, പൊതുമരാമത്ത്, KSEB, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. മുണ്ടക്കയത്ത് കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘത്തിന്റെ വൻ ലഹരിവേട്ട. 2 കേസുകളിലായി 1 കിലോയിലധികം കഞ്ചാവും 1 ഗ്രാം MDMAയും പിടികൂടി. 2 കേസുകളിലായി 3 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മുണ്ടക്കയത്ത് കാഞ്ഞിരപ്പള്ളി എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ ലഹരിവേട്ട. 1.1 കിലോഗ്രാം കഞ്ചാവും 1 ഗ്രാം MDMAയുമാണ് 2 കേസുകളിലായി പിടികൂടിയത്. ഇതിൽ 3 പേരെയും എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ആക്രി വ്യാപാരത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിവന്നിരുന്ന കാഞ്ഞിരപ്പള്ളി പട്ടിമറ്റം സ്വദേശി സനൂജ്, സഹായി കൂവപ്പള്ളി സ്വദേശി ശ്രീജിത്ത് എന്നിവരിൽ നിന്നും 1 കിലോ 100 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ആക്രി വ്യാപാരവും ഇറച്ചി കച്ചവടവും നടത്തിവന്നിരുന്ന സനൂജും ശ്രീജിത്തും തമിഴ്നാട്ടിൽ നിന്ന് നാളുകളായി കാളകളെ കൊണ്ടുവരുന്നതിന്റെ മറവിൽ വൻതോതിൽ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളായിരുന്നു. മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി മേഖലയിലെ പ്രധാന കഞ്ചാവ് കച്ചവടക്കാരനായ സനൂജിനെ കമ്മീഷണർ സ്ക്വാഡ് അംഗമായ പ്രിവന്റീവ് ഓഫീസർ സുരേഷ് കുമാർ KNന്റെ നേതൃത്വത്തിൽ നിരീക്ഷിച്ച് വരികയായിരുന്നു. മുൻപ് പലതവണ പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ചു കളഞ്ഞ സനൂജിനെയും ശ്രീജിത്തിനെയും സാഹസികമായാണ് എക്സൈസ് സംഘം പിടികൂടിയത്. മറ്റൊരു കേസിൽ 1 ഗ്രാം മാരക ലഹരിമരുന്നായ MDMAയുമായി മുണ്ടക്കയം പൈങ്ങന സ്വദേശി ഷാഹിൻ സലാം എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്.
പിടിയിലായിട്ടുണ്ട്. യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും പ്രധാന ന്യൂജൻ ലഹരി വിതരണക്കാരനാണ് പിടിയിലായ ഷാഹിൻ സലാം. ഇയാൾ മുൻപ് നിരവധി കഞ്ചാവ് കേസുകളിലും പ്രതിയാണ്. കാഞ്ഞിരപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ സുധി കെ സത്യപാലൻ, പ്രിവന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ KN, അരുൺകുമാർ EC, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷൈജു PA, വിശാഖ് KV, സനൽ മോഹൻദാസ്, രമേശ് രാമചന്ദ്രൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ലക്ഷ്മി M, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ജോഷി KV എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. 7 പേർക്ക് പുതുജീവനേകി അനീഷ് യാത്രയായി. മസ്തിഷ്ക മരണം സംഭവിച്ച അനീഷിന്റെ ഹൃദയം ഉൾപ്പെടെ 9 അവയവങ്ങൾ ദാനം ചെയ്തു. ഇതോടെ ഒരു ദിവസം 3 പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറി. അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ ചരിത്ര നേട്ടവുമായി കോട്ടയം മെഡിക്കൽ കോളേജ്. രാജ്യത്ത് തന്നെ ആദ്യമായി ഒറ്റ ദിവസം 3 പ്രധാന അവയവങ്ങൾ മാറ്റിവയ്ക്കുന്ന സർക്കാർ ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറി. 11ാമത്തെ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയും സർക്കാർ ആശുപത്രിയിൽ ആദ്യമായി ശ്വാസകോശം മാറ്റിവയ്ക്കുന്നതും മെഡിക്കൽ കോളേജിലാണ്. ഇതോടെ അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം പൂഴനാട് കാവിൻപുറത്ത് വീട്ടിൽ AR അനീഷിന്റെ അവയവങ്ങളാണ് ദാനം ചെയ്തത്. തീവ്ര ദുഃഖത്തിലും അവയവദാനം ചെയ്യാൻ സന്നദ്ധരായ ബന്ധുക്കളെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിക്കുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായ AR അനീഷിന്റെ ഹൃദയം ഉൾപ്പെടെ 9 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഹൃദയം, ശ്വാസകോശം, 2 വൃക്ക, പാൻക്രിയാസ്, കരൾ, കൈ, 2 നേത്രപടലം എന്നീ അവയവങ്ങളാണ് ദാനം ചെയ്തത്. 1 വൃക്കയും ഹൃദയവും ശ്വാസകോശവും 2 നേത്രപടലങ്ങളും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും 1 വൃക്കയും പാൻക്രിയാസും കൈയും കൊച്ചി അമൃത ആശുപത്രിയിലേക്കും കരൾ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ രോഗികൾക്കുമാണ് നൽകിയത്. കെസോട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടിക്രമങ്ങളും ഏകോപനവും നടന്നത്. ഒക്ടോബർ 17-ന് ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് അനീഷ് തിരിച്ചു വരുമ്പോൾ രാത്രിയിൽ പമ്പയിൽ വെച്ച് തലയിടിച്ച് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഒക്ടോബർ 22-ന് അനീഷിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിലെ വനിതകളുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായി വനിതോത്സവം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് രജനി അനിൽ ഉദ്ഘാടനം ചെയ്തു. പള്ളം ബ്ലോക്ക് പഞ്ചായത്തിലെ വനിതകളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനിതോത്സവം നടത്തി. കേളി 2025 എന്ന പേരിൽ നടന്ന വനിതോത്സവം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രജനി അനിൽ ഉദ്ഘാടനം ചെയ്തു. കൈകൊട്ടിക്കളി, ഗാനാലാപനം, ചിത്രരചന തുടങ്ങിയ ഇനങ്ങളിലെല്ലാം വനിതകളുടെ സജീവ പങ്കാളിത്തമുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് റബ്ബർ ഉൽപാദക സംഘത്തിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ജോസ് കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ചിറക്കടവ് റബ്ബർ ഉൽപാദക സംഘത്തിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. സംഘം ഹാളിൽ ചേർന്ന പൊതുയോഗം റിട്ടയർഡ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ജോസ് കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പല വീടുകളും ഇന്ന് നമ്പൂതിരിമാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്യം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് വരിക. അതായത് നമ്മുടെ കൃഷി സ്ഥലങ്ങളും മറ്റുമൊന്നും ഇന്ന് നോക്കി നടത്താൻ ആരുമില്ല. ഇവിടെ റിപ്പോർട്ടിനകത്ത് ഞാൻ കണ്ടു ഏകദേശം 60 തോട്ടങ്ങൾ
ഇങ്ങനെയുള്ള തോട്ടങ്ങളൊക്കെ ഇങ്ങനെയുള്ളതായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. അല്ലാത്തതും കാണുമായിരിക്കാം. ഏറ്റെടുത്ത് RPS അത് നടത്തുന്നുണ്ട്. നല്ല കാര്യം തന്നെ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മൾ വളരെ ട്രഡീഷണലായിട്ട് കർഷകരായിട്ടുള്ള ഒരു ജനതയാണെന്നുള്ള കാര്യം നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ് കൃഷി. സംഘം പ്രസിഡന്റ് മൈക്കിൾ ജോസഫ് അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി റബ്ബർ ബോർഡ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ ബിനോയ് PP മുഖ്യപ്രഭാഷണം നടത്തി. ഡെപ്യൂട്ടി റബ്ബർ പ്രൊഡക്ഷൻ കമ്മീഷണർ ജയാമോൾ CL, ഷാജി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ലാറ്റക്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബർ ഗ്രോ ബാഗ്, ഗംബൂട്ട്, സാനിറ്ററി സോക്സ് എന്നിവയുടെ വിൽപ്പനോദ്ഘാടനവും ഡോക്ടർ ജോസ് കല്ലറയ്ക്കൽ നിർവഹിച്ചു. സംഘാംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് KE ചാക്കോ മെമ്മോറിയൽ എൻഡോവ്മെന്റ് വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും താലൂക്ക് വ്യവസായ വകുപ്പിന്റെയും നേതൃത്വത്തിൽ വായ്പാമേള നടത്തി. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ മാർക്കറ്റിംഗ്, ഫിനാൻസ്, സാങ്കേതിക ക്ഷമത എന്നീ മേഖലകളിലെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ വായ്പാമേളയിൽ ചർച്ച ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിഡന്റ് അജിത രതീഷ് വായ്പാമേള ഉദ്ഘാടനം ചെയ്തു. മേളയിൽ 21ഓളം സംരംഭങ്ങൾക്ക് വായ്പയും സബ്സിഡിയും അനുവദിച്ചു. പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശം ആകാശപാത പണിയണമെന്ന ആവശ്യം. സ്കൂൾ വിദ്യാർത്ഥികളെ രാവിലെയും വൈകിട്ടും റോഡ് മുറിച്ച് കടത്തിവിടാൻ പോലീസ് ഏറെ പണിപെടുന്നുണ്ട്. പാല കിഴതലിയൂർ ബൈപ്പാസിൽ ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യമായിരുന്നു. ബൈപ്പാസിൽ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്താണ് പാതയുടെ ആവശ്യം. ഇവിടെ അപകടകരമായ അവസ്ഥയാണുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളെ രാവിലെയും വൈകിട്ടും റോഡ് മുറിച്ച് കടത്തിവിടാനായി പോലീസ് ബുദ്ധിമുട്ടുകയാണ്. ഇവിടെ പുത്തൻപള്ളിക്കുന്നിൽ നിന്നും ആരംഭിക്കുന്ന വലിയ ഇറക്കവും ഇരുവശത്തു നിന്നുമായി 2 റോഡുകൾ ബൈപ്പാസിലേക്ക് എത്തിച്ചേരുന്നതുമായ ഭാഗം കൂടിയായതിനാൽ ഇവിടെ അപകട സാഹചര്യം രൂക്ഷമാണ്. രാവിലെയും വൈകിട്ടും സ്കൂൾ കുട്ടികൾ സുരക്ഷിതമായ റോഡ് മുറിച്ചു കിടക്കുന്നതിനായി പോലീസുകാർ കഠിനപ്രയത്നം നടത്തേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളത്. നിരവധി വാഹനങ്ങൾ കടന്നു വരുന്ന റോഡാണിത്. ഇവിടെ ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ പോലീസ് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്നതും അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. തൊട്ടു പുറകിൽ നിൽക്കുന്ന വാഹനം പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തു വരുന്നതും അപകടത്തിന് കാരണമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ഭാഗത്ത് ആകാശപാത നിർമ്മിക്കുന്നത് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും രക്ഷിതാക്കൾക്കും പ്രയോജനകരമാണെന്ന് പൗരാവകാശ സമിതി പറയുന്നു. ആകാശപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിപ്പൽ അധികൃതർക്കും PWDക്കും പരാതി നൽകുന്നതിന് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നാളുകൾക്ക് മുമ്പ് ഒപ്പുശേഖരണം നടത്തിയിരുന്നു. എന്നാൽ ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രപതി ദ്രൗപദി മുർമു കോട്ടയം ജില്ലയിൽ പാലാ സെന്റ് തോമസ് കോളേജിൽ ഊഷ്മള വരവേൽപ്പ്. ശബരിമല മണ്ഡലകാലത്തിന് 3 ആഴ്ചകൾ. ചെറുക്കടവിൽ അവലോകന യോഗം. കൂടുതൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കും. റോഡരികിലെ പാർക്കിംഗ് ഒഴിവാക്കും. മുണ്ടക്കയത്തെ എക്സൈസിന്റെ വൻ ലഹരിവേട്ട. 1 ഗ്രാം MDMAയും 1 കിലോയിലധികം കഞ്ചാവും പിടിച്ചു. 3 പേർ അറസ്റ്റിൽ. 7 പേർക്ക് പുതുജീവനേകി അനീഷ് മടങ്ങി. 3 അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്തി കോട്ടയം മെഡിക്കൽ കോളേജ് ചരിത്രത്തിലേക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.